ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളിന്ന് നല്ല കപ്ലങ്ങ പഴം വെച്ചിട്ട് അടിപൊളി ഒരു സ്നാക്ക് തയ്യാറാക്കാൻ പോവുകയാണ്. നല്ലൊരു പലഹാരമാണ് തയ്യാറാക്കുന്നത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നല്ല പഴുത്ത കപ്ലങ്ങ പഴമാണ് വേണ്ടത്. ഇത് നന്നായിട്ടൊന്ന് മുറിച്ച് അതിലെ കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. കപ്ലങ്ങയെല്ലാം തീരെ ചെറുതാക്കി ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. മുറിച്ചെടുത്തതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം വേണം പലഹാരം തയ്യാറാക്കാനായിട്ട്. ഇതിനി നമുക്ക് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. മുഴുവനായിട്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മാത്രമായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട, അല്ലാതെ തന്നെ നമുക്ക് നന്നായിട്ടിത് അരച്ചെടുക്കണം. ഇനി എങ്ങനെയാണ് നമ്മുടെ പലഹാരം തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് നമ്മൾ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തേങ്ങ കൊത്തി ചേർത്ത് കൊടുക്കാം. ഒരു 5 തേങ്ങാപ്പൂള് ചെറുതാക്കി കൊത്തിയെടുത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ നിറമൊന്ന് മാറി ചെറിയൊരു ഗോൾഡൻ കളർ ആകുവോളം ഒന്ന് വഴറ്റിയെടുക്കാം. തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് മൂത്ത് ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. പഞ്ചസാര നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പപ്പായ ചേർത്ത് കൊടുക്കാം. നല്ല പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നിർത്താതെ ഒന്ന് മിക്സ് ചെയ്യാൻ കൂടി ശ്രമിക്കണം. കാരണം അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചോട്ടി പിടിച്ച് പോകും. അതുകൊണ്ട് നിർത്താതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. റവ ചേർത്താണ് നമ്മളിനി അട തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഇത് 1/2 കിലോ റവയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് ഫുള്ളായിട്ട് ചേർക്കുന്നില്ല, നമ്മൾക്ക് ആവശ്യമുള്ളത്രയും ചേർത്ത് കൊടുത്താൽ മതി. ഇത് കട്ടിയായി വരുന്ന അനുസരിച്ചാണ് റവ ചേർത്ത് കൊടുക്കേണ്ടത്. ഒരുപാട് തിക്കുമല്ല, ഒരുപാട് ലൂസും അല്ലാത്ത ഒരു കൺസിസ്റ്റൻസി വേണം നമ്മളിത് ചേർത്ത് കൊടുക്കാനായിട്ട്. റവ ചേർത്ത് കൊടുക്കുമ്പം ഒരുപാട് കട്ടിയാകാതിരിക്കാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ ഇത് അടുപ്പത്തുനിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ചൂടാറുന്നതനുസരിച്ച് കുറച്ച് തിക്കായിട്ട് വരും, കട്ടി കൂടി വരും. അതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് കിട്ടുന്ന പോലെ തന്നെ റവ ചേർത്ത് കൊടുത്താൽ മതി. റവ പാകത്തിന് ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ ചിരണ്ടിയതാണ്. ഒരു അരമുറി തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീയും കൂടി ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് വാങ്ങി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കണം. കാരണം മൂടി വെച്ച് കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടി കട്ടിയായിട്ട് വരും. ആറുമ്പോൾ ശരിക്കും ഇത് കുറച്ചുകൂടി കട്ടിയായിട്ട് വരും. അതുകൊണ്ടാണ് മൂടി കുറച്ച് നേരം വെക്കുന്നത്. ഇത് നല്ലപോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. കുഴയ്ക്കാനൊക്കെ പാകത്തിന് ആയി കിട്ടിയിട്ടുണ്ട്. എന്നാലും നമ്മൾ ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല ഷേപ്പിൽ നമുക്കിനി കുഴച്ചെടുക്കാൻ പറ്റണം. അതുപോലെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് കുഴച്ചെടുത്താൽ മതി. ഇനി അട തയ്യാറാക്കാനായിട്ടുള്ള ഇലയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മടക്കി നമുക്കിതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കുമ്പിൾ കുത്തുക. അതിനുശേഷം അതിനകത്തേക്ക് നമ്മളിതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ ഞെട്ട് ഭാഗം ഇത് ഒട്ടും പുറത്തേക്ക് വരാത്ത പോലെ ഒന്ന് അമർത്തി ഇതുപോലെ കുത്തി ഇറക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനി അനങ്ങത്തില്ല. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് കുമ്പിൾ കൂട്ടിയെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു അടയാണ് കേട്ടോ. നല്ല പഴുത്ത കപ്ലങ്ങ ആയിരിക്കണമെന്ന് മാത്രം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല ടേസ്റ്റിൽ തയ്യാറാക്കാൻ പറ്റത്തുള്ളൂ. ചക്കയുടേക്കാളും ടേസ്റ്റാണ് കേട്ടോ ഇതിന്. എല്ലാവരും ഇത് തയ്യാറാക്കിയിട്ടുണ്ടോ എന്നൊന്ന് പറയണേ. നല്ല ടേസ്റ്റാണ്. തയ്യാറാക്കിയിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. എന്തായാലും ഇഷ്ടപ്പെടും. ചക്കയുടേക്കാളും സൂപ്പറാണ്. ഇനി ഈ കുമ്പിൾ നിറച്ച് വെച്ചിരിക്കുന്ന അടയെല്ലാം നമ്മൾക്ക് നല്ല തിളച്ച് ആവി വന്ന ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലേക്കൊന്ന് വെച്ച് കൊടുത്താൽ മതി. നമ്മളെല്ലാം കുമ്പിൾ കൂട്ടി വെച്ചിട്ടുണ്ട്.
ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. നല്ലപോലെ ആവി വന്നതിന് ശേഷം വേണം നമ്മൾ അട വെച്ച് കൊടുക്കാനായിട്ട്. അതല്ലെങ്കിൽ ഇതാകെ കട്ടിയായി പോവും. നല്ലപോലെ വെന്ത് കിട്ടിയില്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും. ഇതെല്ലാം ഇനി അടുക്കി വെച്ച് കൊടുക്കാം. എത്ര എണ്ണം വേണേലും നമുക്കിതുപോലെ മേളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇതങ്ങനെ അടയെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചാൽ മാത്രം മതി. അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് ആവി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇഡ്ഡലി പാത്രത്തിന് നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. നല്ല മണവും കിട്ടുന്നുണ്ട്. നമ്മുടെ അട അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അട അങ്ങനെ പാകത്തിന് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കഴിച്ചാൽ മാത്രം മതി. നല്ല ചൂടായതുകൊണ്ട് തൊടാൻ പോലും പറ്റുന്നില്ല. പക്ഷേ ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കുന്നതാണ് ടേസ്റ്റ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ചക്കയുടേക്കാളും നല്ല ടേസ്റ്റിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഇടനയില അടയാണ് കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. ഇത് നമ്മുടെ അടയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.